നമസ്കാരം. 2025 സെപ്റ്റംബർ ക്വാർട്ടറിലെ വിവിധ കമ്പനികളുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകും. FIS ഒട്ടുമിക്ക ബാങ്കുകളിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗും ഉയർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PSU ബാങ്ക് സെക്ടർ ഒക്ടോബർ മാസത്തിൽ മാത്രം 9% ഉയരുകയും ചെയ്തു. ഡേറ്റ പരിശോധിച്ചാൽ ബാങ്ക് ഓഫ് ബറോഡയിലുള്ള FISൻ്റെ ഷെയർ ഹോൾഡിംഗ് 8.08% നിന്നും 8.71% ഉയർന്നു. കാനറ ബാങ്കിൽ മാത്രം സെപ്റ്റംബർ മാസത്തിൽ FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 0.51% ഉയർത്തി 11.89% എത്തിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ FISൻ്റെ ഓണർഷിപ്പ് 3.53% നിന്നും 4.24% ഉയർന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.35% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുള്ള FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.23% നിന്നും 0.31% വർദ്ധിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.32% നിന്നും 9.57%. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.70% നിന്നും 7.86% ഉയർന്നിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടർ നോക്കുകയാണെങ്കിലും മറ്റുള്ള PSU ബാങ്കിംഗ് സെക്ടർ നോക്കുകയാണെങ്കിലും എല്ലാ ബാങ്കിംഗ് സെക്ടറുകളിലും FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ബാങ്കുകളുടെ പോളിസിയിൽ, അതായത് ബാങ്കുകളുടെ ഫോറിൻ ഓണർഷിപ്പിലുള്ള പോളിസിയിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ബാങ്കുകളിൽ പ്രത്യേകിച്ചും PSU ബാങ്കുകളിൽ FISന് 20% ഓണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോഴനുമതി. ഇതിനെ 49% ഉയർത്തിയേക്കുമെന്നുള്ള ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതായത് PSU ബാങ്കുകളിൽ ഗവൺമെൻറ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ച് ഫോറിൻ ഓണർഷിപ്പ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക PSU ബാങ്കുകളിലും FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത്. FIS തുടർച്ചയായ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് മൂലം ഏകദേശം $4 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ PSU ബാങ്കുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നു. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ $2.2 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ വന്നേക്കും. ഇന്ത്യൻ ബാങ്കിൽ $459 മില്യൺ, ബാങ്ക് ഓഫ് ബറോഡയിൽ $362 മില്യൺ, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ $385 മില്യൺ, കാനറ ബാങ്കിൽ $305 മില്യൺ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ $294 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വന്നേക്കും. കൂടാതെ നിഫ്റ്റി PSU ഇൻഡെക്സ് സെപ്റ്റംബർ മാസത്തെ ലോ ആയ 7526 നിന്നും 8184 ഉയരുകയും കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇവിടെ PSU ബാങ്കുകളിൽ മാത്രമല്ല മറ്റുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും FISൻ്റെ ബൈയിങ് തുടരുകയാണ്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ റീസെൻ്റ്ലി RBL ബാങ്കിൽ എമിറേറ്റ്സ് NBD $3 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത്. പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിമായ ബ്ലാക്ക് സ്റ്റോൺ ഫെഡറൽ ബാങ്കിൽ 6200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ജപ്പാൻ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ മിത്സുബി ഇൻവെസ്റ്റ്മെൻറ്റും അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു അപ്ഡേറ്റാണിത്. ഇനി എന്തുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളുമൊക്കെ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിൻ്റെ അസറ്റ് ക്വാളിറ്റിയും ബാലൻസ് ഷീറ്റിലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഗണ്യമായ വർധനവ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റാണ് സംഭവിച്ചിരിക്കുന്നത്. 2018 ഫിനാൻഷ്യൽ ഇയറിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഗ്രോസ് NPA 14.6%, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഗ്രോസ് NPA 6%. 5 വർഷം കൊണ്ട്, അതായത് 2024 ആയപ്പോഴേക്കും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഗ്രോസ് NPA 14.6% നിന്നും 3.3%, പ്രൈവറ്റ് ബാങ്കുകളുടെ ഗ്രോസ് NPA 6% നിന്നും 1.9% ഉയർന്നു. ഇത് ബാങ്കുകളുടെ ക്ലീൻ ബാലൻസ് ഷീറ്റിനെയും ഉയർന്ന പ്രോഫിറ്റബിലിറ്റി വരാനുള്ള സാധ്യതയെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത്, RBIയുടെ റീസെൻ്റ്ലി വന്ന റേറ്റ് കട്ട് മൂലം ബാങ്കുകൾക്ക് ലെൻഡിംഗ് പർപ്പസിന് വേണ്ടി കൂടുതൽ പണം നൽകാൻ സാധിക്കുകയും അതുവഴി ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി RBI 0.5% റിപ്പോ റേറ്റ് കട്ടും
CRR റേഷ്യോ 1% റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒട്ടുമിക്ക ബാങ്കുകളുടെയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. HDFC ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.25%-ലേക്കും RBL ബാങ്കിൻ്റേത് ICICI ബാങ്കിൻ്റേത് 4.1%-ലേക്കും എത്തിയിട്ടുണ്ട്. മിഡ് സൈസ് ബാങ്കായ ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.4%-വും RBLൻ്റേത് 3.9%-വും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്കുകൾക്ക് മറ്റുള്ള ഗ്ലോബൽ ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് ഹെഡ് റൂം ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാന ഫാക്റ്റാണ്. അതായത് ഇന്ത്യൻ ബാങ്കിങ് അസറ്റ് GDPയുടെ 94%ആണെങ്കിൽ ചൈനയുമായും സൗത്ത് കൊറിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ്. ചൈനയുടേത് 265%-വും സൗത്ത് കൊറിയയുടേത് 325%-വുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് സഫിഷ്യൻറ്റ് ഗ്രോത്തിനുള്ള ഹെഡ് റൂം ഉണ്ട് എന്നാണ് ഒട്ടുമിക്ക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബിഗ് ഇൻവെസ്റ്റേഴ്സും വിചാരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തും GDP ഗ്രോത്തും കൺസിസ്റ്റൻ്റ് ആണ്. ക്രെഡിറ്റ് ഗ്രോത്ത് 15.5%-ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻഫ്ലോ വർദ്ധിക്കുന്നത് ബാങ്കുകളിൽ വരാൻ പോകുന്ന റിക്കവറിയെയും സൂചിപ്പിക്കുന്നു. യെസ് ബാങ്ക് മോശം ഫണ്ടമെൻ്റൽസ് ഉണ്ടായിട്ട് കൂടിയും അല്ലെങ്കിൽ വളരെ വലിയ സ്ട്രഗിൾസ് കമ്പനി നേരിട്ടതിന് ശേഷവും ജപ്പാൻ ബേസ്ഡ് സുമിത്തുമി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി യെസ് ബാങ്കിൻ്റെ 25%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുകയും $1.6 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തത് പ്രൈവറ്റ് ബാങ്കിങ്ങിലുള്ള ഒരു റിക്കവറി സ്റ്റോറി ആയിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് മറ്റുള്ള ബാങ്കുകളിലും പ്രകടമാകുന്നുണ്ട്. റീസെൻ്റ്ലി ഫെഡറൽ ബാങ്കിൻ്റെ ലോൺ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ 2.44 ലക്ഷം കോടിയുടെ ലോൺ ബുക്കാണ്. അതിൽ 1.8% ഗ്രോസ് NPA മാത്രമേ ഉള്ളൂ. ROE 12.8 ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ, അതായത് മിഡ് സൈസ് ബാങ്കുകളുടെ മികച്ച ROEയും ഉയർന്ന ലോൺ ബുക്കും ചെറിയ ഗ്രോസ് NPA റേറ്റ് പോലുള്ള ഫാക്ടറുകൾ പരിഗണിച്ചാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഷോർട്ട് ടൈമിലേക്ക് നമ്മൾക്ക് ട്രേഡിങ്ങിന് പരിഗണിക്കാവുന്ന NBFC സെക്ടറിലെ 2 സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ അനാലിസിസ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് IIFL ഫിനാൻസ്. IIFL ഫിനാൻസ് 534 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ വരികയും ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 534 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും 544 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ 544 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും 565, 580 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഷോർട്ട് ടൈമിൽ ഉയരാനും ലോങ് ടൈമിൽ 600, 650 തുടങ്ങിയ ലെവലുകൾ റീഗെയിൻ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. 520 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് IIFL ഫിനാൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇവിടെ അട്രാക്റ്റീവായിട്ടുള്ള ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസ് 1042 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിലും ബോട്ടം ലെവലിലുള്ള ഒരു അക്കുമുലേഷൻ വരും സമയങ്ങളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സ്റ്റോക്ക് 1100 നിന്നും കറക്റ്റായി 1040 എത്തിയിട്ടുണ്ട്. ഇവിടെ 1120 രൂപ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് 1075 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും 1075 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ അവിടെ നമ്മൾക്ക് 1100, 1150, 1200 പോലുള്ള സ്റ്റോക്കുകൾ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. IIFL ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്